കഴിഞ്ഞ ദിവസം നമ്മളൊരു റിസ്ക് ആൻഡ് ബെനിഫിറ്റിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഈ റിസ്ക് ആൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഈ സിസ്റ്റം ഇന്ന് നമ്മൾ ആരോഗ്യ മേഖലയിൽ യൂസ് ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് കേരളത്തിൽ അത് എത്രത്തോളം പ്രാവർത്തികമാണ്? കേൾക്കുമ്പോൾ നല്ലൊരു തിയറി ആണെങ്കിലും പ്രാക്ടിക്കലായിട്ട് ഇത് കൊണ്ടുവരാൻ സാധ്യമാണോ? അങ്ങനെ കൊണ്ടുവരുന്നുണ്ടോ? ഈ റിസ്ക് അതുപോലെ തന്നെ ബെനിഫിറ്റ് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അവൈലബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് മോഡേൺ മെഡിസിൻ ആവുന്നത്. ഓക്കെ. നമ്മൾ എന്തുകൊണ്ടാണ് മോഡേൺ മെഡിസിന് സയന്റിഫിക് മെഡിസിൻ എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. ഓക്കെ. കാരണം മോഡേൺ മെഡിസിൻ്റെ ബേസിക് സ്ട്രക്ചർ തന്നെ എവിഡൻസ് ബേസ്ഡ് ആണ്. അതായത് ഒരു എവിഡൻസ് ഇല്ലാതെ, ഒരു കൃത്യമായിട്ടുള്ള ഒരു സൂചകമില്ലാതെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എപ്പോൾ ഇറങ്ങണം, എപ്പോൾ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. ഇപ്പം നമ്മൾ ഒരു ഡ്രഗിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നമ്മൾ എപ്പോഴും പറയും ഡ്രഗ് ട്രയൽസ്, പലപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്ത ഒരു സാധനമാണല്ലേ ഈ ഡ്രഗ് ട്രയൽസ്. ചില കാര്യങ്ങൾ വെറുതെ ഉപയോഗിക്കുന്നു, പുതിയ മരുന്നുകൾ ചിന്ത കൂടാതെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യരുടെ മേലിൽ അത് എന്താണെന്ന് അറിയാതെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കാറുണ്ട് പലപ്പോഴും. പക്ഷെ അത് പല രീതിയിലുള്ള ടയേർഡ് സ്റ്റഡീസ് ആണ് അവിടെ നടക്കുന്നത്. അതായത് ഇപ്പോൾ phase 1 ട്രയൽസ് എന്ന് പറഞ്ഞ് ഒരു ഡ്രഗ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ phase 1 ട്രയലാണ്. അത് ആനിമൽ എക്സ്പെരിമെന്റ് ആണ്. ആനിമൽസിൽ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ അത് ഹ്യൂമൻസിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്രയും എഫക്റ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഹ്യൂമൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് phase 2 ട്രയൽസ് വരും. അതായത് ഒരു നിശ്ചിത ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുത്ത് ഈ ഡ്രഗും ഒരു പ്ലേസിബും കൊടുത്തിട്ട് ഇനീഷ്യൽ ട്രയൽ നടത്തും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കുറെ ഡാറ്റയുണ്ട്. ഇത് കൃത്യമായിട്ട് കൺസെന്റോട് കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റഡിയിലേക്ക് വരുന്ന ആൾക്കാർ, പേഷ്യൻസ് ഞാൻ പറയില്ല, പേഷ്യൻസിന്റെ മുന്നേ ഉള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു ഡ്രഗ് ട്രയൽ ചെയ്യുന്നു. അത് വളരെ കുറച്ച് മിനിമൽ ആയിട്ടുള്ള ആൾക്കാരിലെ തുടക്കത്തിലുണ്ടാവും. അതിന്റെ ഇഫക്റ്റ് എന്താണ്, അതിന്റെ സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, ഇതിന്റെ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഇത് കഴിച്ചു കഴിഞ്ഞ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ളതാണ് phase 2 ട്രയൽ. അതും കഴിഞ്ഞാലേ ഒരു മെഡിസിൻ ഒരു ഡോക്ടർക്ക് യൂസ് ചെയ്യാനുള്ള രീതിയിൽ എത്തുന്നുള്ളൂ. അതായത് phase 3 ട്രയൽ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് അത് ഡോക്ടർമാർ നടത്തുന്ന ട്രയലാണ്. പക്ഷെ അവിടെയും ഈ പേഷ്യൻസിന് കൃത്യമായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിന് കൺസെന്റോട് കൂടി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതും ഒരു എത്തിക്കൽ ബോഡി ക്ലിയർ ചെയ്യാതെ ഈ സ്റ്റഡീസ് ഒന്നും നടത്താൻ പറ്റില്ല. അപ്പൊ ആ എത്തിക്കൽ ബോഡിക്ക് ആദ്യം നോക്കേണ്ടത് എന്താ, ഇതിന് phase 1 phase 2 ട്രയൽസ് എന്തായിരുന്നു, ഇതിന്റെ റിസൾട്ട്സ് എന്തായിരുന്നു, ഇത് phase 3 പോകാൻ പാടുണ്ടോ. അപ്പൊ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്, സേ ഫോർ എക്സാമ്പിൾ ഒരു 100 ഡ്രഗ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് ഡ്രഗ് എന്ന് ഞാൻ ഒരു ഡ്രഗ് എന്ന് മാത്രം പറയുന്നതാണ്. പക്ഷെ എന്തായിരുന്നാലും, ഒരു ഇന്റർവെൻഷൻ ആയാലും, ഒരു പ്രൊസീജിയർ ആയിരുന്നാലും, ഒരു വാക്സിൻ ആയിരുന്നാലും ഒക്കെ പോകുന്ന രീതി ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ phase 3 ട്രയലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു ബോഡി, വളരെ പ്രധാനപ്പെട്ട ബോഡി, ആ ബോഡിയിൽ ആരൊക്കെ വേണം എന്നുള്ളത് കൃത്യമായി, അതായത് എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. എത്തിക്സ് കമ്മിറ്റിയിൽ ആരൊക്കെ വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഗവൺമെന്റൽ കൺട്രോൾ ഉണ്ട്. അതായത് ഇത്ര ആൾക്കാരുണ്ടാവും. അതിൽ ഡോക്ടേഴ്സ് ഉണ്ടാവണം, ലോ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വേണം, അതുപോലെ തന്നെ അക്കാഡമിഷ്യൻസ് വേണം, പൊളിറ്റീഷ്യൻസ് വേണം, സോഷ്യൽ വർക്കേഴ്സ് വേണം. ഇവരൊക്കെ കൂടിയതാണ് ഒരു കമ്മിറ്റി. അപ്പൊ ഈ ഒരു കമ്മിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഈ കമ്മിറ്റി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനത്തെ ഒരു സ്റ്റഡി നടത്താൻ തന്നെ പറ്റുള്ളൂ. അതാണ് phase 3 ട്രയൽ. phase 3 ട്രയൽ തന്നെ പോയി കഴിഞ്ഞാൽ, അതും കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഈ phase 3 ട്രയലുള്ള കംപ്ലീറ്റ് ഒരു വലിയൊരു ശതമാനം, ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഈ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൽ ഈ ഡ്രഗും വേറൊരു പാരലായിട്ട് വേറൊരു പ്ലേസിബോ എന്ന് പറയുന്ന മരുന്നല്ലാത്ത വേറൊരു കാര്യം കൊടുത്ത്, പക്ഷെ ഇത് കൊടുക്കുന്ന ആൾക്ക്, ഡോക്ടർക്ക് അറിയില്ല ഇത് എന്താണ് കൊടുത്തിട്ടുള്ളത്. അതാണ് ബ്ലൈൻഡഡ് സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് കൊടുക്കുന്ന ആൾക്ക് ഒരിക്കലും അറിയില്ല ഇത് കൊടുക്കുന്നത് പ്ലേസിബോ ആണോ ശരിയായിട്ടുള്ള മരുന്നാണോ എന്നുള്ളത് അറിയില്ല. അതുപോലെ തന്നെ ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുന്ന ആൾക്കും അറിയില്ല, രോഗിക്കും അറിയില്ല ഞാൻ കഴിക്കുന്ന യഥാർത്ഥത്തിലുള്ള മരുന്നാണോ അതിന് പകരമുള്ള ഒരു കാര്യമാണോ എന്ന്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന ഫൈനൽ പ്രോഡക്റ്റ് ആണ് നമുക്ക് ഒരു ഡ്രഗായിട്ട് പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ ആയിട്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അത്രയും കാര്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമുക്ക് കിട്ടും. ഇതൊന്നും ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു ഡ്രഗ് കൊടുത്തിട്ട്
ഒരു രോഗിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. ഈ ഒരു രോഗിയുടെ കാര്യത്തിൽ രോഗി കൊടുത്തത് ഏതാന്നുള്ളത് ഒരു സെൻട്രൽ ബോഡിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ട് രീതിയിലും പ്ലേസിബോയിലുള്ള ആൾക്കാരുണ്ടാവും, ഡ്രഗിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഈ രണ്ട് ഗ്രൂപ്പും കമ്പയർ ചെയ്യും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഓരോരുത്തർക്കും പറ്റിയിട്ടുണ്ട്, എത്ര പേഷ്യൻസിന് ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എത്ര പേഷ്യൻസിന് അപ്പുറം പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഈ ടോട്ടലി ഇറലവൻ്റ് ആണെന്ന് നമുക്ക് തോന്നുന്ന ഇപ്പോൾ തലയിൽ ഒരു തേങ്ങ വീണെന്നിരിക്കും ഒരാൾ, അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായി. പക്ഷെ അതും ഇവിടെ ഒരു അഡ്വേഴ്സ് ഇവന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും. എന്നിട്ട് രണ്ടും ഈക്വൽ ആയിട്ട് വരും എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന്റെ കൺസെപ്റ്റ് അവിടെയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതുമായിട്ട് ഏറ്റവും ബന്ധമില്ലാത്ത കാര്യങ്ങൾ പോലും അതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പൊ അത്രയധികം എക്സ്റ്റെൻസീവ് ആയിട്ട് സ്റ്റഡി കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം മോഡേൺ മെഡിസിനിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെ ഡാറ്റ ഉണ്ട്, നമുക്ക് ഈ ഒരു ഇന്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഡ്രഗ് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള ഡാറ്റയുണ്ട്, എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ള ഡാറ്റയുണ്ട്, എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടെന്നുള്ള ഡാറ്റയുണ്ട്, എല്ലാ ഡാറ്റകളും ഉണ്ട്. അതാണ് എവിഡൻസ് എന്ന് പറയുന്നത്. ഈ എവിഡൻസ് ബേസ്ഡ് ആയിട്ടാണ് പിന്നെ ഡോക്ടേഴ്സ് ആക്ട് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ടുള്ള നമ്മൾ പഠിച്ച ഒരു MBBS അല്ലെങ്കിൽ ഒരു MD DM എടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. അത് തന്നെയാണ് എപ്പോഴും എല്ലാ മെഡിക്കൽ ബോഡീസും സജസ്റ്റ് ചെയ്യുന്നത്. അത് തന്നെ അങ്ങനെ ഇതാണ് ബേസിക്കലി നമ്മൾ പറയുന്ന എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. ഇതാണ് റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് എന്നുള്ള കാര്യത്തിൽ നടക്കുന്നത്. ഒരു സാധാരണ ഒരു രോഗിയോ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു ധാരണ എന്താ വെച്ചാൽ ഈ റിസ്കിനെ എങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിനോ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സംവിധാനം എന്നുള്ളൊരു പൊതുധാരണ ഉണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പഠനങ്ങളും ഒരുപാട് കാര്യങ്ങളും ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷെ ഈ ഒരു ധാരണ എപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ, അതിനെങ്ങനെയാണ് നമ്മളൊന്ന് അഡ്രസ്സ് ചെയ്യാൻ? അതിനെ ഒന്ന് ഈ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി തെറ്റിദ്ധാരണകളാണ്. അതെ, ശരിയായ രീതിയിൽ മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ആരോഗ്യ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തെറ്റുപറ്റാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എല്ലാം ക്ലിനിക്കലി ഡോക്യുമെന്റഡ് ആണ്, എല്ലാം സ്റ്റാറ്റിസ്റ്റിക്കലി ഡോക്യുമെന്റഡ് ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അവൈലബിളും ആണ്. അത് മാത്രമല്ല, ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ദിശയിൽ പോകണം, ഇന്ന ദിശയിൽ ട്രീറ്റ് ചെയ്യണം. വളരെ അപൂർവമായിട്ടുള്ള ചില കോൺട്രവേഴ്സീസ് ഉണ്ടാവും. എപ്പോഴും മോഡേൺ മെഡിസിൻ പിയർ റിവ്യൂഡ് ആണ്. എന്ന് വെച്ചാൽ വേറൊരു അഡീഷണൽ സ്ട്രോങ് ഹോൾഡാണ് അവിടെ. പിയർ റിവ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ പോലെയുള്ള, ഞാനൊരു കാർഡിയോളജി പ്രാക്ടീസ് ചെയ്യുന്നു, എന്നെ പോലെയുള്ള ഒരു കാർഡിയോളജി ഗ്രൂപ്പിനെ എനിക്ക് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ ലയബിൾ ടു ബി ക്വസ്റ്റ്യൻഡ് ആണ് ബൈ ദ അതേഴ്സ്. അതൊരു വലിയ കാര്യം. പിയർ റിവ്യൂ എന്ന് പറയും നമ്മൾ, പിയർ മോണിറ്ററിങ്. പിയർ മോണിറ്ററിങ് ഇല്ലാതെ ഒരു ഡോക്ടർക്ക് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ലാതെ നടക്കുന്നുണ്ടാവാം. ഇപ്പം നമുക്ക് MBBS ഇല്ലാതെ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷെ അങ്ങനെ അല്ലാതെ സാധാരണ രീതിയിൽ ഈ ഒരു പിയർ മോണിറ്ററിങ് ഇല്ലാതെ സിസ്റ്റം ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. ഇതിന്റെ ഒരുപാട് ഇതിന്റെ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ മോഡേൺ മെഡിസിൻ വന്ന് നിൽക്കുന്നതെന്ന് അർത്ഥം. ആ ഇവല്യൂഷൻ അങ്ങനെയായിരുന്നു. നമ്മളിപ്പോ എത്തി നിൽക്കുന്ന എവല്യൂഷൻ അങ്ങനെയാണ്. അത്ര വലിയൊരു ആശങ്കയുടെ ഒരു ആവശ്യമില്ല എന്നാണ് സാധാരണ രീതിയിൽ സയന്റിഫിക് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ആശങ്കയ്ക്ക് ഒരു സാധ്യതയില്ല. കാരണം ചെയ്യുന്നത് വളരെ കൃത്യമായിട്ട് മെത്തോഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാ സിസ്റ്റത്തിലും പുഴുക്കുത്തുകൾ ഉണ്ടാവുമല്ലോ. അതെ, ആ രീതിയിൽ അത് മാറ്റിയെടുക്കുക. അതാണ് ഞാൻ പറഞ്ഞു, പിയർ മോണിറ്ററിങ് അവിടെ വളരെ സ്ട്രോങ് ആയിട്ട് വരണം. ആ ഒരു മോണിറ്ററിങ് കൂടുതൽ ശക്തിപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ബോഡീസും ഓരോ പ്രൊഫഷണൽ ബോഡീസും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ അനുബന്ധമായിട്ട് നമ്മൾ പറയുമ്പോൾ ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ വളരെ ഭദ്രമായിട്ടൊരു സിസ്റ്റം ഉണ്ട് എന്ന് ഉറപ്പാണ്. വളരെ അപൂർവമായി നടക്കുന്ന ചില പിഴവുകൾ, ഇതിനെ നമ്മളൊരു ഓവർ സെൻസേഷണലൈസ് ചെയ്തിട്ട് ഒരു ടെർബുലന്റ് പീരിയഡ് കൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ഡോക്ടർക്ക് തന്നെ തോന്നുന്ന തരത്തിൽ. അതുമാത്രമല്ല, സ്വന്തം മക്കളോട് പോലും ഈ പ്രൊഫഷനിലേക്ക് വരണ്ട എന്ന് പറയാൻ തോന്നുന്ന തരത്തിലേക്ക് ഒരു ടെർബുലൻസ് ഇവിടെ ഉണ്ട്. അത് ആ ഒരു സത്യത്തിൽ നമ്മൾ മാറ്റിവെക്കാൻ പറ്റില്ല. ഇതിനെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്? ഒരു ബിയോണ്ട് പ്രപ്പോസിഷൻ സെൻസേഷണലൈസ് ചെയ്യുന്നുണ്ടോ? ഇതിൽ മീഡിയയുടെ റോൾ എന്താണ്? ഈ പൊളിറ്റിക്കൽ ഇതിൻ്റെ റോൾ എന്താണ്?
ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ പലപ്പോഴും സെൻസേഷണൽ ന്യൂസിന് പിന്നാലെ എല്ലാവരും പായുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. അതിപ്പോൾ പൊളിറ്റീഷ്യൻ ആയാലും ശരി, മീഡിയ ആയാലും ശരി, ഒരു സാധാരണ മനുഷ്യനായാലും ശരി, സൊസൈറ്റിയിലത്തെ ഏതാൾക്കും ആദ്യം കാണേണ്ടത് സെൻസേഷണൽ ഇഷ്യൂസ് ആണ്. ഹാർഡ് കോർ ഫാക്ട്സ് കാണാനുള്ള ഒരു സാധ്യത പലർക്കും ഇല്ല. അതിന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എല്ലായിടത്തും ഉള്ളത് പോലെ തന്നെ മോഡേൺ മെഡിസിനിലുണ്ട്. ഇപ്പൊ നമ്മൾ മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നം? ഒരു പേഷ്യന്റിന് ഒരു അപകടം പറ്റി, മരണപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായി. അത് അനലൈസ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് സിവിൽ വഴിയുള്ള മാർഗങ്ങളുണ്ട്, ക്രിമിനൽ നെഗ്ലിജൻസ് ആണോ നോക്കാനുള്ള മാർഗങ്ങളുണ്ട്, ഡോക്ടേഴ്സിന്റെ ബോഡിക്ക് തന്നെ അതിനനുസരിച്ചുള്ള ഏരിയാസ് ഉണ്ട് ഇത് അസസ് ചെയ്യാനുള്ള. അവിടെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, കൺസ്യൂമർ, ഇപ്പൊ ഏറ്റവും പ്രശ്നം വന്നിട്ടുള്ള കൺസ്യൂമർ ഏരിയ ആണ്. അതായത് മോഡേൺ മെഡിസിൻ ഒരു കൺസ്യൂമർ കാര്യമായിട്ട് മാറ്റിയതോടെയാണ് ഇതൊക്കെ മാറി തുടങ്ങിയത്. അപ്പോ ഒരു കൺസ്യൂമറും ഡോക്ടറും തമ്മിലുള്ള, ഡോക്ടറും പേഷ്യന്റും എന്നുള്ളതിന് മാറി ഡോക്ടറും കൺസ്യൂമർ എന്നുള്ള രീതിയിൽ വലിയൊരു മാറ്റം അത് വന്നു കഴിഞ്ഞു. അത് ഇനിയിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെ കഴിയുന്നതും സോഫ്റ്റൻ ചെയ്ത് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കൺസ്യൂമറിസം ഇതിലേക്ക് വരുമ്പോൾ ഓരോ കൺസ്യൂമറും എന്താ ആലോചിക്കുക, എനിക്ക് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയോ, കിട്ടിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല, നല്ല കാര്യമാണ്, അങ്ങനെ പോകുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അത് ആര് അനലൈസ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നത്, ഞാനൊരു ഡോക്ടറല്ല, ഞാനൊരു പേഷ്യൻ്റാണ്. ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, എനിക്കൊരു പ്രശ്നം ഉണ്ടായി, ഞാനൊരു വയറുവേദനയ്ക്ക് മരുന്ന് കഴിച്ചു. പിറ്റത്തെ ദിവസം എനിക്ക് തലവേദന ഉണ്ടായി. ഈ മരുന്ന് കൊണ്ടാണ് തലവേദന എന്ന് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ ആർക്ക് പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. പലപ്പോഴും കൺസ്യൂമർ ഫോറത്തിൽ വരുന്ന ഒരു പ്രശ്നം, നമ്മൾ ഇതിവിടെ സംസാരിക്കേണ്ട വിഷയമല്ല എന്നാൽ തന്നെയും കൺസ്യൂമർ ഫോറത്തിൽ വരുന്ന വിഷയം, അവിടെ ഡോക്ടേഴ്സിന്റെ ഒരു ബോഡി അവിടെ പ്രസന്റ് അല്ല, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ നോളജ് ഉള്ള ഒരാൾ അവിടെ പ്രസന്റ് അല്ല. നമുക്കത് തർക്കിച്ച് ഒരു ലോയർക്ക് അതിനെ പറ്റിയുള്ള മെഡിക്കൽ നോളജസ് അവിടെ കൊണ്ടുവരാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മെഡിക്കൽ നോളജ് പോരായ്മയാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് കൺസ്യൂമർ രീതിയിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് കൂടും എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അതാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എന്തുണ്ടായി, ഇപ്പൊ ഇന്ന് ആർക്കും ഏത് ഡോക്ടർക്കും ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഇതുകൊണ്ട് ഉണ്ടായേക്കാവുന്ന പ്രശ്നം ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ട ബാധ്യത ഡോക്ടർക്കുണ്ട്. ഇത് മാത്രമല്ല, ഒരു പ്രശ്നവും ഇല്ലാത്തൊരു രോഗിയെ പോലും നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ ചികിത്സിക്കാൻ പറ്റൂല എന്നുള്ള തോന്നലും ഡോക്ടർക്കുണ്ട്. അതായത് ഒരു ഡിഫെൻസീവ് മെഡിസിനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ഞാനൊരു ഇപ്പോൾ എനിക്ക് പണ്ടത്തെ ഡോക്ടർമാരെ ഞാൻ പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയാണ്, അല്ലെങ്കിൽ വീരേന്ദ്ര സെഹ്വാഗിനെ പോലെയാണ്. ആദ്യത്തെ ബോൾ തന്നെ സിക്സർ തൂക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ ഡോക്ടർക്ക് അത് പറ്റില്ല. ബാക്ക് ഫുട്ടിലേ കളിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ ടർബുലൻസ്. അതാണ് ടർബുലൻസ്. അതായത് തലവേദനയായിട്ട് ഒരു രോഗി വന്നു വിചാരിക്കാം. ഈ വരുന്ന രോഗിക്ക് വളരെ നിസ്സാരമായ മൈഗ്രെയിൻ ആവാം, അല്ലെങ്കിൽ ചെറിയൊരു തലവേദനയാവാം. അതിനൊരു മരുന്ന് കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. മരുന്ന് തന്നെ ചിലപ്പോൾ വേണ്ടി വരില്ല. പക്ഷെ ഡോക്ടറെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈ ഡോക്ടർക്ക് ഹെഡ് ഏക്കിന്റെ ഏറ്റവും അങ്ങേത്തല പോസിബിലിറ്റി വരെ ആലോചിക്കാതെ പറ്റില്ല. അപ്പൊ ഇത് ബ്രെയിൻ ട്യൂബറും ആവാം. അപ്പൊ ഒരു CT എടുക്കാതെ എങ്ങനെ ഞാൻ മരുന്ന് എഴുതും ഇതിനു വേണ്ടിയിട്ട്? ഇന്ന് ആ പേഷ്യന്റ് എന്നെ കണ്ടു, നാളെ ഈ പേഷ്യന്റ് എന്നെ കണ്ടോളുന്നില്ല. നേരെ പോകുന്ന ന്യൂറോളജിസ്റ്റിന്റെ അടുത്തായിരിക്കും. അവിടെ ഒരു CT എടുത്തു കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ട്യൂമർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു നെഗ്ലിജൻസ് ആണ് അവിടെ പ്രവർത്തിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നെഗ്ലിജൻസ് എല്ലാം മാറ്റിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് ഒരു ഡോക്ടർക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് ഡിഫെൻസീവ് മെഡിസിൻ നമ്മൾ പറയുന്നത്. അതായത് ഡോക്ടേഴ്സ് എപ്പോഴും കൂടുതൽ വിജിലന്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ എന്ത് വരും വെച്ചാൽ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് വളരെയധികം കൂടും. സ്വാഭാവികമാണത്. അതിൽ നല്ല ഗുണങ്ങളുണ്ട്, ഒന്നും മിസ് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്കാണോ പോകേണ്ടതെന്നുള്ള സൊസൈറ്റി ആലോചിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഇതിലൊക്കെ വേണ്ടത് ഒരു മിഡിൽ വേയിൽ കൂടി പോവുകയാണ്. മിഡിലിൽ കൂടി പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഡോക്ടേഴ്സിന് അതുപോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഡിഫെൻസീവ് ആവാൻ പറ്റില്ല. ആക്റ്റീവായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. മെഡിസിൻ ഒരു സയൻസ് മാത്രമല്ല, ഒരു പാർട്ടി ഒരു ആർട്ടും കൂടിയാണ്. പ്യൂർലി നമ്മൾ ഇപ്പൊ വെസ്റ്റേണൈസ് സിസ്റ്റത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ഒരു പ്രോട്ടോകോൾ ബേസ്ഡ് ട്രീറ്റ്മെന്റ് മാത്രമേ ആവശ്യമുള്ളൂ. ഒരു പേഷ്യന്റ് പനിയായി വരുന്നു, അടുത്ത ഏത് സ്റ്റെപ്പിലേക്ക് പോകണം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്.
ഈ സ്റ്റെപ്പിലൂടെ പോവുക, ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക, ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, അത് എസ് ആണെങ്കിൽ ഇങ്ങനെ, നോ ആണെങ്കിൽ അങ്ങനെ, ഇനി വേറൊരു കാര്യം ചെയ്ത് അങ്ങനെ പ്രോട്ടോകോളൈസ്ഡ് ആണ്. ഓക്കെ. അതിൽ ഡോക്ടർക്ക് ഒന്നും ചെയ്യാനില്ല, ഇല്ല, മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക, കൃത്യമായിട്ട് അത്രേ ആവശ്യമുള്ളൂ. ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു AI ബേസ്ഡ് സിസ്റ്റം കൂടി വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ ആവശ്യമില്ലാണ്ടാവും. അങ്ങനെ വരുമോ അങ്ങനെ ഒരു അവസ്ഥ? അത് വരാതിരിക്കണമെങ്കിൽ അതുപോലെ തന്നെ അതുകൊണ്ട് മാത്രം കാര്യം നടക്കില്ല. അതെ, ഒരു എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണം, അതെ, ഡോക്ടർ വേണം. അത് AI ചെയ്യാൻ പറ്റില്ല. അതെ, AI ആലോചിക്കാനേ പറ്റുള്ളൂ, അതെ, ഒരു കാര്യം ചെയ്യാൻ പറ്റൂല. AI എത്ര അധികം മുന്നോട്ട് പോവാണെങ്കിലും ഒരു ഹ്യൂമൻ ബ്രെയിൻ അത്രയാവോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതെ, ഇതിന് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം. അതെ, പക്ഷേ നമ്മൾ അഹമ്മദാബാദ് പ്ലെയിൻ ക്രാഷ് കണ്ടു, അത് ഹ്യൂമൻ എറർ ആണെന്നോ അല്ലാന്നോ ഒക്കെ വാർത്തകൾ ഉണ്ടാവും. പക്ഷേ എനിക്ക് ഇപ്പോഴും തോന്നുന്നത് അതിനൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ എറർ ഉണ്ടായിരുന്നു. ആ എറർ ഹ്യൂമൻസിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ സാധാരണ രീതിയിൽ. അത് കണ്ടുപിടിക്കുന്നതിന് മുന്നേ കാര്യം നടന്നു. അതാണ് അതിന്റെ കാര്യം. അതെ, അതിൽ ഹ്യൂമൻ മൈൻഡ് മാത്രമല്ലല്ലോ, ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതെ, അതൊരു രോഗി ആഗ്രഹിക്കുന്ന ഒരു സാധനമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ റോബോട്ട് മതി. അതിലേക്കൊക്കെ നീങ്ങുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമുക്ക് ചിന്തിക്കാൻ തന്നെ പറ്റാത്തൊരു ഒരവസ്ഥയായിരിക്കും. പക്ഷെ ഇതിൽ ഈ IMA പോലുള്ള അല്ലെങ്കിൽ ഡോക്ടർ കമ്മ്യൂണിറ്റിയുടെ ഇടപെടൽ എങ്ങനെയാണ്? അവർ ഇത്രയൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും, അതൊരു സൈഡിലുണ്ടെങ്കിലും മറ്റേ സൈഡിൽ ഇത്രയും സെൻസേഷണലൈസേഷൻ വരുന്നത് ഒന്നെങ്കിൽ മീഡിയയ്ക്കും രാഷ്ട്രീയക്കാർക്കും അതിൻ്റെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടായിട്ടും ഈ ചെറിയ ചെറിയ കാര്യങ്ങളെ പെരുപ്പിച്ചെടുക്കുന്നത് കൊണ്ടായിരിക്കാം. ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച് വന്ന് അതിൻ്റെ ഒരു അവയർനെസ് പ്രോഗ്രാമോ അങ്ങനെ ചർച്ചയോ അങ്ങനെയൊക്കെ സാധ്യമാണോ? ചർച്ചകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇതില് ഈ പറഞ്ഞ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ എത്തണം എന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് വേണ്ടത്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ഒന്നിച്ചിരുന്ന് സംസാരിക്കണം. അപ്പൊ ആദ്യം തോന്നണം ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഇപ്പൊ ഹെൽത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രത്തോളം നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമുക്ക് ആലോചിച്ചറിയാം. പ്രതിരോധത്തിന് കൊടുക്കണതിന്റെ 10-1 നമുക്ക് ഇതിലേക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് കൂടുതൽ ഇൻപുട്സ് ഇതിലേക്ക് വരേണ്ടതുണ്ട്, അതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഇതിലേക്ക് വരേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ പൊളിറ്റീഷ്യൻസിന്റെ ലെവലിൽ തൊട്ട് താഴേക്ക് എക്സിക്യൂട്ടീവ്സ് അതുപോലെ തന്നെ ബോഡീസ് എല്ലാം വന്നു കഴിഞ്ഞാലാണ് ഇതിലൊരു കാര്യമായിട്ടുള്ള ഒരു എവല്യൂഷൻ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നടക്കും തന്നെയാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. കാരണം എന്താ വെച്ചാൽ ഈ എല്ലാ സിസ്റ്റം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. ചേഞ്ച് ഇല്ലാത്ത ഒന്നുമില്ല. ചേഞ്ച് ഇല്ലാതെ ഇതേ സിസ്റ്റം ഇപ്പോഴത്തെ പോലെ നിലനിൽക്കണം അല്ലാന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ആ സ്വാഭാവികമായിട്ടുള്ള ചേഞ്ചോട് കൂടിയിട്ട് കൂടുതൽ നല്ല രീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എവല്യൂഷനോട് കൂടിയിട്ട് ഈ സിസ്റ്റം നിലനിൽക്കേണ്ടതുണ്ട്. കാരണം ഇത് ചീപ്പാണ്, ഇഫക്റ്റീവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ സെൻസേഷണൽ റിപ്പോർട്ടിംഗ് ഒന്ന് മീഡിയയുടെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത് ഇങ്ങനെയല്ല വേണ്ടതെന്ന് പറയാനുള്ള ആർജവം ഡോക്ടേഴ്സിന് മാത്രമല്ല, ഡോക്ടർമാരുടെ പ്രൊഫഷണൽ ബോഡീസിന് മാത്രമല്ല, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളരെ കൃത്യമായിട്ട് ഇതിൽ ഇടപെടാറുണ്ട്. എല്ലാ ബോഡീസും ഇടപെടാറുണ്ട്. ഇപ്പൊ നമ്മുടെ കാർഡിയോളജിക് സൊസൈറ്റി ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും എല്ലാറ്റിലും കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. പക്ഷേ ഇടപെടൽ എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. പൊതുസമൂഹത്തിലേക്ക് എത്തുന്നില്ല. കാരണം ഈ റിപ്പോർട്ടിംഗ് അപ്പോൾ പലപ്പോഴും മറക്കപ്പെടുകയാണ്. കാരണം പൊതുസമൂഹം കാണുന്നത് ഈ സെൻസേഷണലൈസ്ഡ് ആയിട്ടുള്ള ന്യൂസ് മാത്രമേ കാണുന്നുള്ളൂ, ഒരു വശേ കാണുന്നുള്ളൂ. അതാണ് അതിന്റെ സത്യം. കാരണം അത് ന്യൂസ് റിപ്പോർട്ട് ചെയ്താലേ കാണുള്ളൂ. ഈ റിപ്പോർട്ടിംഗ് അണ്ടർ റിപ്പോർട്ടിങ്ങും ഓവർ റിപ്പോർട്ടിംഗ് ആണ്. ഒരു സൈഡിൽ സെൻസേഷണലിസം ഓവർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അതേ സമയത്ത് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പലപ്പോഴും ഒരു പ്രോബ്ലത്തിനെ പറ്റി കാണും, പിന്നെ രോഗി മരിച്ചു, ഇന്ന പ്രശ്നം കൊണ്ട് ഇന്ന രോഗി മരിച്ചു, ഡോക്ടർ അനാസ്ഥയാണ് എന്നുള്ളൊരു ഭാഗം വരുന്നു, അത് റിപ്പോർട്ട് ചെയ്യപ്പെടും. പക്ഷെ ഇതിന് ഫർദർ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ്, അതിനുശേഷം ഉണ്ടായിട്ടുള്ള മെഡിക്കൽ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ, അതിന്റെ മുകളിലുള്ള റിപ്പോർട്ടിങ്, ഇതൊന്നും നടക്കുന്നില്ല. പിന്നെ അതിനെപ്പറ്റി ഒരു കാര്യവും നടക്കുന്നില്ല. പെട്ടെന്നൊരു കാലഘട്ടത്തിൽ ഇത് പൊന്തി വരുന്നു, കുറെ ഇഷ്യൂസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, പിന്നെ അതിനെന്ത് സംഭവിച്ചു എന്നുള്ളത് ജനങ്ങൾ അറിയാതെ പോകുന്ന ഒരു പ്രശ്നമാണ്. അതിൻ്റെയാണ് ഞാൻ പറഞ്ഞ സെൻസേഷണലിസം എന്ന് പറഞ്ഞത്. സെൻസേഷണൽ ന്യൂസ് കേൾക്കാനേ താല്പര്യമുള്ളൂ എന്ന് മീഡിയ അങ്ങ് ഓൾറെഡി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വരുന്ന കാര്യം സെൻസേഷണൽ ഇഷ്യൂ ആണ്. ഒരു രോഗി മരിച്ചു എന്നുള്ളത് സെൻസേഷണൽ ഇഷ്യൂ. പക്ഷെ ആ രോഗി മരിച്ചത് ചികിത്സയുടെ അഭാവം മൂലമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടണ്ടേ? അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അതുകൂടി റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം മീഡിയയ്ക്ക് ഉണ്ട് എന്നുള്ളത് മീഡിയ സ്വയം തിരിച്ചറിയണം.
കാരണം ഇത് നിലനിൽക്കേണ്ട ആവശ്യം എല്ലാവർക്കും ഉണ്ട്. അവിടെ ഈ ഡോക്ടർ കമ്മ്യൂണിറ്റിക്ക് ഒന്ന് ഇടപെട്ടൂടെ? IMAക്ക് ഇങ്ങനെ ഇടപെടുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡിയെ സംബന്ധിച്ചിടത്തോളം മീഡിയ എന്നുള്ളൊരു ജിഹ്വ ഇല്ലല്ലോ. സംസാരിക്കാൻ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും, ഒരു പ്രസ് റിപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അതൊരു മൈനർ, ഒരു സിംഗിൾ കോളത്തില് ഒരു 4 ലൈൻ ഒതുക്കി കഴിഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല. അപ്പൊ ഈ പറയുന്ന കാര്യം ഫോളോ അപ്പ് കൂടി ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഒട്ടും പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രശ്നങ്ങളുള്ള കാര്യം എന്ന പ്രശ്നം കാരണമാണ് ഉണ്ടായത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം മീഡിയക്ക് തന്നെയാണ്. അതല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് ചെയ്യേണ്ടതും മീഡിയ തന്നെയാണ്. ഒപ്പം അതിനോടൊപ്പം തന്നെ പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സിനെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കൃത്യമായിട്ട് ഇടപെടേണ്ട ആവശ്യമുണ്ട്. ഇന്ന് ലോസിന്റെ അഭാവമല്ല പ്രശ്നം. ഒരു ഹോസ്പിറ്റൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇംപ്രിസൺമെന്റ് അടക്കം 7 വർഷത്തേക്ക് ഇംപ്രിസൺമെന്റ് അടക്കം ഉള്ള ലോ ഇന്ന് നിലവിലുണ്ട്. പക്ഷേ ഇതൊന്നും ആൾക്കാരെ അറിയിക്കാനുള്ള സജ്ജീകരണം മീഡിയ എടുക്കുന്നില്ല, പൊളിറ്റീഷ്യൻസും എടുക്കുന്നില്ല, പോലീസും എടുക്കുന്നില്ല. പലപ്പോഴും അത് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ്. അത് മാത്രമല്ല, അതൊരു പ്രശ്നമായി തുടരേണ്ടത് അവരുടെ ഒരു ആവശ്യമാണ് എന്നുള്ള ഒരു തോന്നല് എവിടെയോ ഉണ്ട് തോന്നുന്നു. അതെ, വ്യക്തമല്ലെങ്കിലും. അതെ, മെഡിസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ന്യൂസുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ള തോന്നലുണ്ട് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പല വിഭാഗത്തിനും ഇത്തരം കാര്യങ്ങൾ നിലനിന്ന് കഴിഞ്ഞാലാണ് നമുക്കതിൽ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളൊരു തോന്നലുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് മീഡിയ സംബന്ധിച്ചിടത്തോളാണെങ്കിലും കുഴപ്പമില്ല, പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും കുഴപ്പമില്ല, ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ റീസെന്റ് ആയിട്ട് ഒരു പ്രോബ്ലം ഉണ്ടായപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്, ഒരു പൊളിറ്റീഷ്യനാ പറഞ്ഞത്, ഞങ്ങൾ ഒന്ന് റോഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം, ഡോക്ടേഴ്സ് എന്തെങ്കിലും ചെയ്ത് ആളെ കൊന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോ അതുകൊണ്ടല്ലേ ആൾക്കാർ പെരുമാറുന്നത്. ഞാൻ ചോദിച്ചു, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തല്ലി തീർക്കുക എന്നുള്ളതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇന്നേക്ക് 10ാം നാൾ അംഗം കുറിച്ചു എന്നുള്ളതാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആ രീതിയിലാണോ കാര്യങ്ങൾ തീർപ്പാക്കേണ്ടത്? അതോ തീർപ്പാക്കാൻ നമ്മുടെ നാട്ടിൽ വേറെ മാർഗങ്ങളുണ്ടോ? ഒരുപാട് മാർഗങ്ങളുണ്ട്. നമുക്ക് സിവിലായിട്ടുള്ള മാർഗങ്ങളുണ്ട്, ക്രിമിനൽ ആയിട്ടുള്ള മാർഗങ്ങളുണ്ട്, അല്ലേ? അപ്പൊ അതൊന്നും യൂട്ടിലൈസ് ചെയ്യാതെ ആദ്യത്തെ ഒരു സെൻസേഷണൽ കാര്യം മാത്രം വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഇതിലൊക്കെ രാജേഷ് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ പ്രതിപക്ഷം ഭരണപക്ഷം എന്നുള്ള കാര്യത്തിനും ഹെൽത്തിന്റെ കാര്യത്തിൽ വരാൻ പാടില്ല. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, അത് ഭരണപക്ഷത്തിന്റെ മാത്രം പ്രശ്നമാണെന്നുള്ള രീതിയിൽ വരാൻ പാടില്ല. സമൂഹത്തിന്റെ പ്രശ്നമാണ്. അത് പ്രതിപക്ഷം പറയാം, ഓക്കെ ഇന്ന കാര്യം ചെയ്യാത്തത് കൊണ്ട് അവൻ പറയും. പക്ഷെ അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ മാത്രം കുഴപ്പമാണ് ഇതിനെല്ലാം എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഡോക്ടർമാരെ മാത്രം കുറ്റം പറയാം. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റം ഡോക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ടൈമിന് ചെയ്യാൻ പറ്റുന്ന അത്രയധികം ലോഡ് അവിടെ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൂടായില്ല. ഞാൻ ഒന്നും ഇതാക്കുന്നതല്ല, ചെറുതാക്കി കാണുമല്ല, പക്ഷെ പോസിബിൾ ആണ്. അപ്പൊ അവിടേക്ക് കൂടുതൽ റിക്രൂട്ട് ചെയ്യാനും ഡോക്ടേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനും ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനും ഒക്കെ ഗവൺമെന്റ് ശ്രമിക്കണം. അപ്പൊ അതിലേക്ക് കൂടുതൽ ഫണ്ടിങ് വരണം. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ കൂടുതൽ ശക്തമായിട്ടുള്ള സിസ്റ്റം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഇൻപുട്സ് വരണം, ഫണ്ടിങ് വരണം. നമ്മുടെ പോപ്പുലേഷനെ കെയർ ചെയ്യാനുള്ള ഒരു സിസ്റ്റമായിട്ട് അത് മാറണമെന്നുണ്ടെങ്കിൽ വലിയ ഫണ്ടിങ് വേണ്ടി വരും. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എങ്ങനെ പോകണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മളുടെ നിലനിൽക്കുന്ന സംവിധാനം വളരെ ശക്തമാണ്, ഒരു തരത്തിൽ വളരെ ശക്തമാണ് എന്ന് പറഞ്ഞു. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ആ സംവിധാനം അതുപോലെ തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെന്നും പറഞ്ഞു. എന്നാൽ ചില ആൾക്കാർക്ക് ഇതിനെ ഒന്ന് ഉടച്ചു വാർത്ത് മറ്റെന്തോ ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന്. ഇതെന്താണ് ഉടച്ചു വാർക്കണം എന്ന് പറയുന്നത്? ഒന്ന്, നമ്മളൊരു ഒരാൾ ഒരു ഏരിയയിൽ ഫണ്ട് ചെയ്യാണ്, അയാൾ കുറച്ച് പൈസ ഇറക്കുന്ന ഒരു കാര്യത്തിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് അത് തിരിച്ചു കിട്ടണ്ടേ? അപ്പൊ വലിയ എമൗണ്ട് ഹെൽത്തിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്ന മൾട്ടിനാഷണൽ കമ്പനീസും കോർപ്പറേറ്റ്സും അവർക്കത് തിരിച്ചെടുത്തേ പറ്റുള്ളൂ. കാരണം അവർ ആൻസറബിൾ ആണ്. പലരുടെ ഫോക്കസ് ROI ആണ്. ആ റേറ്റ്, അത് എത്രത്തോളം റിട്ടേൺസ് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് അവർ നോക്കുന്നത്. അപ്പോൾ ആ റിട്ടേൺസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവർ ശ്രമിക്കും. അതിലവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ഗവൺമെന്റ് സിസ്റ്റം,
ഇതിന് പാരലായിട്ട് വളർന്നു വരേണ്ടതിന്റെ ആവശ്യകതയാണ് അതോടെ. ആ അങ്ങനെ വളർന്നു വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബാലൻസിങ് ആക്ട് അവിടെ നടക്കുകയുള്ളൂ. ഓക്കെ, ഈ ബാലൻസിങ് വേണമെന്നാണ് ഈ പറയുന്നത്. ബാലൻസിങ് മാറി ഇംബാലൻസ് നമ്മൾ ഗവൺമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ചെറുകിട സിസ്റ്റങ്ങൾ ഒക്കെ വളരെ മോശമാണെന്നുള്ള ഒരു രീതിയിൽ വരുത്തി തീർത്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? ഡെഫിനറ്റ്ലി നമ്മൾ വലിയ വലിയ സിസ്റ്റത്തിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ വരും. അതെ, ആ ഒരു നറേഷൻ അവിടെ വരും. പിന്നെ ഓപ്ഷൻ ഇല്ലാണ്ടാവും. ഓപ്ഷൻ ഇല്ല, പിന്നെ ഓപ്ഷൻ ഇല്ല. ഇപ്പോ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വലിയൊരു ശസ്ത്രക്രിയയാണത്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഡോക്ടേഴ്സ്, ഒരുപാട് സ്റ്റാഫ്, ഒരുപാട് പാരാമെഡിക്കൽ ഒക്കെ കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കാർഡിയാക് ഏത് സർജറി അതുപോലെ തന്നെയാണ്. വലിയ ഇൻഫ്യൂഷൻ ചെയ്ത് എമൗണ്ട് പമ്പ് ചെയ്തിട്ട് നമുക്ക് വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിൽ ഇത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സക്സസ്ഫുൾ ആയി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ബാലൻസിങ് ആക്ട് ആണ്. അത് തന്നെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇത്രത്തോളം കോസ്റ്റ് ആവശ്യമില്ലാത്തൊരു സാധനമാണെന്നുള്ള തീരുമാനം വരുമല്ലോ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പൊളിറ്റിക്സിലേക്കൊന്നും പോകുന്നില്ല, പക്ഷേ സ്റ്റെന്റുകളുടെ വില നിലവാരം കൃത്യമായിട്ട് ഇത്രയേ പാടുള്ളൂ എന്നുള്ളൊരു പോളിസി ഗവൺമെന്റ് കൊണ്ടുവരികയുണ്ടായി, സെൻട്രൽ ഗവൺമെന്റ്. അതിനുശേഷം സ്റ്റെന്റുകൾ ഒരു കൃത്യമായിട്ട് ഒരു എമൗണ്ട് മാക്സിമം മേടിക്കാൻ പറ്റുള്ളൂ. അത് ഇന്റർനാഷണൽ സ്റ്റെന്റ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ടാക്കുന്ന സ്റ്റെന്റ് ആണെങ്കിലും ഒക്കെ ഒരേ പ്രൈസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതൊരു വലിയ കാര്യമാണ്. അത് പലർക്കും ഉപകാരപ്രദമായിട്ടുള്ള. അതെ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് US നിന്ന് വരുന്ന അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് വരുന്ന ഒരു സ്റ്റെന്റ് വളരെ മെച്ചപ്പെട്ടതാണെന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെ ധാരണ നമുക്കടക്കം ഉണ്ടായിരുന്നു, കാരണം കോസ്റ്റ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. പക്ഷേ ഇതില് വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളത് നമുക്കിന്നറിയാം. കാരണം എല്ലാവരുടെയും കോസ്റ്റ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അന്ന് ഈ ലോ വരുന്നതിന് മുന്നേ 1.5, 1.6 ലക്ഷമൊക്കെ ഉണ്ടായിരുന്ന സ്റ്റെന്റ് ഇപ്പൊ 41,000 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ക്വാളിറ്റിയിൽ വ്യത്യാസം ഇല്ല. അതേ സാധനം തന്നെയാണ് ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിൽ ഗവൺമെന്റ് കുറെ ഇടപെടാനുണ്ട്. ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം വരും, ടർബുലൻസ് വരും. ആ ടർബുലൻസ് മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അങ്ങനെ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനീസും ഇത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും അൺബാലൻസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു പ്രശ്നമുണ്ട്. സിസ്റ്റത്തിന് കൊളാപ്സ് ഒന്നും ഉണ്ടാവില്ല, സിസ്റ്റം വിൽ ഗോ ഓൺ. ഈ സിസ്റ്റത്തിലുള്ള പക്ഷെ ഫണ്ട് ചെയ്യേണ്ട എമൗണ്ട് വളരെ കൂടും സ്വാഭാവികമായിട്ടും. അപ്പോൾ തിരിച്ചെടുക്കേണ്ട ഫണ്ടും അത്രത്തോളം കൂടും. അപ്പോൾ പേഷ്യൻസ് കൊടുക്കേണ്ട ഫണ്ടും അത്രത്തോളം കൂടും. ഒരു സാധാരണക്കാരന് ഒരു അൺഅഫോർഡബിൾ ആയിട്ടുള്ള ഒരു, അവിടെയാണ് അത് പ്രശ്നം വരുന്നത്. സാധാരണക്കാരനോ ഒരു മിഡിൽ ക്ലാസ്സിനോ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ വരും. അപ്പൊ എന്ത് വരും? നമുക്ക് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ഒരു സർജറി ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയാവും എന്ന് വിചാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും ഒരു കവർ എടുക്കും. അതിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും വേണമല്ലോ എന്ന് പറഞ്ഞിട്ട്, അതാണ് ഇൻഷുറൻസ്. അപ്പൊ ഇൻഷുറൻസ് ഇല്ലാതെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. ഇൻഷുറൻസിന് അൾട്ടിമേറ്റ്ലി 10 ആൾക്ക് അല്ലെങ്കിൽ 100 ആൾക്ക് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ലാഭമായിരിക്കും. ഇതെല്ലാവർക്കും വേണ്ടി വരുന്ന കാര്യമല്ലല്ലോ. ഇതിൽ ഈ ഇൻഷുറൻസിന്റെ ഇമ്പാക്ട് എന്താണ് ഇപ്പൊ ശരിക്കും എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണല്ലോ ഈ ഇൻഷുറൻസ് വന്നതുകൂടി ഒരു ഗെയിം ചേഞ്ചർ പോലെയൊക്കെ ആയിട്ടുണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നത്. എത്രത്തോളം ഇമ്പാക്ട് ഉണ്ട് ഇൻഷുറൻസ് കമ്പനി? ഇൻഷുറൻസ് ഇപ്പോൾ ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തി തുടങ്ങി. കാരണം വലിയ വലിയ കോസ്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സിനാരിയോസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരാൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടും. പക്ഷേ പലപ്പോഴും ഇത് അവൈലബിൾ ആവില്ല. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഇപ്പോൾ പേയബിൾ ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് വേണം നമ്മൾ ഈ കാര്യത്തിനെ അനലൈസ് ചെയ്യാൻ. അപ്പോൾ വലിയ രീതിയിലുള്ള കോസ്റ്റ് ഫാക്ടർ വരുമ്പോൾ, ഒരു ട്രീറ്റ്മെന്റിനുള്ള കോസ്റ്റ് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എവിടെ നിന്ന് കൊടുക്കും എന്നുള്ള ചോദ്യത്തിന് എല്ലാവരും ഉത്തരം കണ്ടേ പറ്റുള്ളൂ. ആ ഉത്തരം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എങ്ങനെ സിസ്റ്റം കൊണ്ടുപോകണം എന്നുള്ളത് സൊസൈറ്റിയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ചബിൾ ആയിട്ടുള്ള കോസ്റ്റ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണോ വേണ്ടത്, അതോ നമുക്ക് വളരെ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള പ്രൈസിലുള്ള പക്ഷെ നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടുന്ന
സിസ്റ്റമാണോ വേണ്ടത്? വേണ്ടത്. ആ സിസ്റ്റത്തിലുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും എന്ത് മിനിമൽ കാര്യത്തിനും നിങ്ങൾക്ക് ലിറ്റിഗേറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ ഒരു പ്രോബ്ലം ചെറുതായിട്ട് വന്നു, നിങ്ങൾക്ക് ലക്ഷങ്ങളോ കോടികളോ അതിന് കോമ്പൻസേഷൻ ആയിട്ട് ലിറ്റിഗേറ്റ് ചെയ്യാം. ആ അതേ സാധനം നമ്മൾ അമേരിക്കൻ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യൻ സിനാരിയോട് ചെയ്തു കഴിഞ്ഞാൽ 4 ലിറ്റിഗേഷൻ കൊടുക്കുമ്പോൾ കോർട്ട് അവാർഡ് ചെയ്യുമ്പോഴേക്കും എന്ത് പറ്റും? ഇവിടെ അതിനനുസരിച്ച് കോസ്റ്റ് ജമ്പ് ചെയ്യും. കാരണം നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഡിഫെൻസീവ് സിസ്റ്റത്തിലേക്ക് സിസ്റ്റം ഒട്ടാകെ പോകും. ഹെൽത്ത് സിസ്റ്റം ഒട്ടാകെ ഡോക്ടേഴ്സ് പോവും, ഹെൽത്ത് കെയർ വർക്കേഴ്സ് പോവും, എല്ലാവരും പോവും, ഗവൺമെന്റ് അടക്കം പേ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അപ്പോ അത്രയധികം കോസ്റ്റ് എക്സോർബിറ്റന്റ് ആയിട്ട് കൂടും. അങ്ങനെ കൂടുമ്പോൾ പിന്നെയും നമുക്ക് ഇത് കവർ ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഇൻഷുറൻസിലേക്ക് പോകും, അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. ഈ ഇൻഷുറൻസ് പോലെ തന്നെയാണല്ലോ ഈ ഫാർമ നെക്സസ് എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്, സ്ട്രോങ് മെഡിസിൻ തരത്തിലുള്ള പുസ്തകം മുതൽ ഇങ്ങോട്ട് പല സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഉള്ളതാണോ? നമ്മൾ നെക്സസ് എന്ന് പറയുന്നത് എന്ത് രീതിയിലാണെന്നുള്ള സിനിമയിലും നാടകങ്ങളിലും ബുക്കുകളിലും ഒക്കെ കാണുന്ന കാര്യങ്ങൾ ഹൈപ്ഡ് ആണ്. അത് നമ്മൾ അതിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. സാധാരണ രീതിയിൽ വളരെ അപൂർവമായിട്ട് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പണ്ട് കോമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവൽ പണ്ട് വായിച്ചിരുന്നു. അപ്പൊ അതില് വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള രീതിയിൽ ഒരു ഡോക്ടറിനെ എഴുതിയതാണത്. സ്ട്രോങ് മെഡിസിൻസ് അത് കൊടുത്തിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ചില പ്രത്യേക രീതിയിലുള്ള ഇൻഡസ്ട്രി ഇതിലേക്ക് കടന്നു വരൽ ഒക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കുറെ എന്താ പറയാ നോവലിസ്റ്റിന്റെ ചിന്താഗതി എന്ന് വരുന്ന കാര്യങ്ങളാണ്. പോസിബിൾ ആണ്, പക്ഷെ ഇതൊക്കെ തടയാനുള്ള മാർഗങ്ങൾ സിസ്റ്റത്തിലുണ്ട്. ഫാർമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വളരെ R&D പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൈസ ഇറക്കിയേ പറ്റുള്ളൂ. ഈ പൈസ അവർക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ ഈ പ്രോഡക്റ്റ് സെല് ചെയ്തേ പറ്റുള്ളൂ. ഈ സെല് ചെയ്യാനുള്ള ചില പ്രഷേഴ്സും മിനിമൽ പ്രഷേഴ്സും ഒക്കെ നടക്കുന്നുണ്ടാവാം. മിക്കവാറും എന്താ ചെയ്യുക, ഒരു എത്തിക്കൽ ഫാമയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യാം, അവര് ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അവർ സപ്പോർട്ട് ചെയ്യും. അതൊരു ലോകത്തിന്റെ ഏത് ഭാഗത്തും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സപ്പോർട്ടാണ്. കാരണം ഒരു കോൺഫറൻസ് നടക്കണം, ചില കാര്യങ്ങളിൽ അവർ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ചില ടോപ്പിക്സ് അവർ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇത് ഹോൾ കോൺഫറൻസ് അവർ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ നടത്തിക്കൊണ്ടുപോകാൻ, അങ്ങനെ സപ്പോർട്ട് ഇല്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്തായാലും. പക്ഷെ പൊതുവെ വേറൊരു ധാരണ എന്താ വെച്ചാൽ ഈ ഡോക്ടറുടെ വേറൊരു ശമ്പളം ഈ ഫാർമ കമ്പനികൾ കൊടുക്കുന്നു അങ്ങനെ അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കുന്നില്ല. കാരണം അതൊക്കെ പണ്ട് നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല, പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരിക്കലും നടക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇതൊക്കെ ഇന്ന് വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഇന്നിപ്പോ അക്കൗണ്ടബിലിറ്റി ഉണ്ട് എല്ലാവർക്കും. അപ്പൊ ട്രാൻസ്പെറന്റ് ആയിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ സപ്പോർട്ട് നടക്കുന്നുണ്ട്, അത് എത്തിക്കലുമാണ്. പക്ഷേ അത് തന്നെ ഇപ്പൊ വളരെ കാര്യമായിട്ട് നാഷണൽ മെഡിക്കൽ കൗൺസിലും അതിനു മുന്നേ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലൊക്കെ പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഫാക്കൽറ്റി ആണെങ്കിൽ മാത്രമേ, അതായത് നിങ്ങൾ എന്തെങ്കിലും പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ കാര്യം പ്രസന്റ് ചെയ്യുന്നുണ്ട്, ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് മേടിക്കാം. അതല്ലാതെ ഡെലിഗേറ്റ് ആയിട്ട് പോവാണ്, നിങ്ങൾക്ക് ഒരു സാധനവും ഫാമ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതിൽ വളരെ കൃത്യമായിട്ടുള്ള കൺട്രോൾസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു അസോസിയേഷന് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, ഇത് കൃത്യമായിട്ട് എത്തിക്കലി അസസ്ഡ് ആണ്. അതിന് കൃത്യമായിട്ടുള്ള കൺട്രോൾസും ഉണ്ട്. അവിടെ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇൻക്ലൂഡിങ് അത് മോണിറ്ററി കാര്യങ്ങളാണെങ്കിലും നോൺ മോണിറ്ററി കാര്യങ്ങളിലാണെങ്കിലും അതിന്റെ അക്കൗണ്ടിങ് കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ടുള്ള കൺട്രോൾസ് ഇന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഒരു പ്രശ്നം വരാൻ സാധ്യതയില്ല. പിന്നെ വളരെ 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 അപൂർവമായിട്ട് എന്തെങ്കിലും വളരെ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ സാധാരണ രീതിയിൽ ഇതൊക്കെയാണ് നടക്കുന്നത്.